പ്രതി ഓന്തുഗോപാലൻ ഓന്തുഗോപാലൻ ഓന്തുഗോപാലൻ. അപ്പോൾ മണിച്ചേട്ടൻ എഴുതിയത് സ്വന്തം അവസ്ഥയിൽ നിന്നാണ് മണിച്ചേട്ടൻ പാട്ടുകൾ എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇത്രത്തോളം പഠിച്ചു മനസ്സിലാക്കിയും പറയുന്ന അഖിൽമാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റി. കാരണം മണിച്ചേട്ടൻ പാടിയ പാട്ടുകളെല്ലാം എഴുതിയത് അറുമുഖൻ എന്ന വ്യക്തിയാണ്. ദളിതരുടെ DNA പഠിക്കാനുള്ള ഇല്ല എന്ന് പറയുന്നു. ആ വിവരം കെട്ട അരുൺകുമാർ എന്ന് പറയുന്ന അയാൾ പ്രൊഫസറാന്നാ പറയുന്നത്. കറക്റ്റ് എന്ന് ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ആ ഇന്റർവ്യൂ ഒന്ന് കേട്ടിരുന്നത് ലോകത്ത് ആരെന്തോ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാത്ത അരുൺകുമാർ ഇളിച്ചോണ്ട് ഇയാളത് പറയുമ്പോൾ പറയാണ് കറക്റ്റാണ്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു DNA ഇഷ്യൂവിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച പോകണമെന്നൊക്കെ കണ്ടു. ഈ പാരമ്പര്യമായിട്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടൊരു സമൂഹത്തിന്റെ ഇടയിൽ അപ്പോൾ ഈ പഠനം വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യങ്ങൾ അവരുടെ പൊതുജീവിതത്തിനകത്തില്ലാത്ത പൊതുജീവിത ശൈലിക്കകത്തില്ലാത്ത ഒരു കാര്യമാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഇവിടെ പിള്ളേർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ സാധനമേ. അപ്പൊ അതിൽ പറഞ്ഞൊരു വാക്ക് മാത്രം എടുത്തിട്ട് അതിനൊരുപാട് ആഘോഷിക്കലും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ഞാൻ. ഇത് കേരളത്തിൽ പഠിച്ച് മെറിറ്റിൽ വന്നിരിക്കുന്ന പിള്ളേരുടെ അടുത്ത് പോലും റിസർവേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവൻ ഇവിടെ എത്തിയത് എന്നൊക്കെ പറയുന്ന ഒരു സമൂഹത്തിനടുത്ത് എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാൻ പോണില്ല. എന്താ ഉറക്കം വരുന്നു. അവന്റെ അവസ്ഥ, അവന്റെ ദയനീയതയെ വിറ്റ് ലക്ഷക്കണക്കിന് രൂപയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഏത് പാട്ടിലാണ് ജാതി പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? ഞാൻ ജാതി പറയുന്നില്ല, ഞാൻ ജാതിക്ക് എതിരെയാണ് ഞാൻ പറയുന്നത്. ജാതി വിറ്റ് കാശാക്കേണ്ട ആവശ്യം വേണമെന്നില്ല. അവർക്ക് വേണ്ട ചെറിയ സാമ്പത്തിക സഹായം, എന്നാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായം ഒരാളും അറിയാതെ ചെയ്തിട്ട് വന്ന ഒരാളാണ് ഞാൻ. പീഡനങ്ങൾ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ? കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും എനിക്ക് കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ കണ്ടിരുന്നല്ലോ. ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ തങ്കപ്പെട്ട ചേട്ടനെ കുറിച്ചാണോ എനിക്കൊരു 1 ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. പീഡനങ്ങൾ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ? കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഇതുപോലത്തെ ഞാൻ പറഞ്ഞൊരു പബ്ലിക്, ഇപ്പം ഒരു ആദിവാസി അതിനുള്ള സമയമാവുന്നേ ഉള്ളൂ, ചിലപ്പോൾ ചെയ്യുമായിരിക്കും. ഇന്നലകളിൽ ഇവരെല്ലാം PR വർക്കുകൾ ചെയ്യാൻ വളരെ മിടുക്കരാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇതെല്ലാം ചെയ്യാം. പക്ഷേ നന്മവരം കളിക്കരുത്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? കുറഞ്ഞത് 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കണക്ക് പേരെഴുതി ഞാൻ എഴുതിത്തരാം. ഞാൻ സഹായിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു മഹാൻ. ഇതുപോലുള്ള കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന കുറച്ച് നല്ല മനുഷ്യരുണ്ട്. അവർക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഓരോ ഉടായ്പുമായിട്ട് നീയൊക്കെ ഇറങ്ങിയിരിക്കും അല്ലേ? ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് തായ്ലൻഡിൽ പോയിട്ട് ഞാനൊരു 10-22 കൂളിംഗ് ഗ്ലാസ് മേടിച്ച് നാട്ടിലെ ഓട്ടോറിക്ഷക്കാർക്ക് കൊണ്ടുപോയി വെച്ചോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ട് ജനത്തെ കാണിക്കാനല്ല, ഇപ്പോൾ ഇത് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ്. ഇതെൻ്റെ ഒരു സന്തോഷമാണിത്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.